നമസ്കാരം. നമസ്കാരം. ആരാ? ചതയം തിരുനാൾ ശന്തനു തമ്പുരാൻ. ബിക്കോസ് ചോദ്യ നക്ഷത്രം, കാതിരം കാതിരമറ്റം പുണർന്നും നക്ഷത്രം, അശ്വിനി ആയില്യ നക്ഷത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊയ്തി നമ്മൾ പിന്നെ പാവപ്പെട്ടനെ നക്ഷത്രം ഇതൊന്നുമില്ല. ഈ ഭൂമിയുടെ ഇന്നത്തെ ഏക അവകാശിയാണ് ഞാൻ. അപ്പൊ നിങ്ങളാ പൊട്ടൻ തമ്പുരാൻ? പുട്ടൻ തമ്പുരാനല്ല, പുട്ടൻ തമ്പുരാൻ. അല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. രാജഭരണത്തിന്റെ കാലത്തായിരുന്നെങ്കിൽ പൊട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞതിന്റെ പേര് കഴുത്ത് മുകളിൽ ഉണ്ടാവില്ലായിരുന്നു. അയ്യോ, നിങ്ങളൊന്നും നാം ഒന്നും വിചാരിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. നമ്മുടെ പേർ ചതയം തിരുനാൾ ശന്തനു തമ്പുരാൻ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും പരിഹസിച്ച് അവരവരുടെ നക്ഷത്രങ്ങളും പറയാൻ തുടങ്ങി. അയ്യോ, ഞങ്ങൾ പരിഹസിച്ചല്ല തിരുമനസ്സായി. ഞങ്ങൾ വിചാരിച്ചു നക്ഷത്രം ചേർത്ത് പൊറുക്കുന്നു, നാം പൊറുക്കുന്നു. അതിലൊന്നും പ്രശ്നമില്ല. എന്താണ് ആഗമന ഉദ്ദേശം? എന്താണ് ഇങ്ങോട്ട് വന്നത്? സത്യം പറഞ്ഞ ഈ രാജാക്കന്മാരുടെ സംസാര പക്ഷവും ഞങ്ങൾക്ക് അത്ര പശയില്ലേ. ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ് സിനിമയുടെ. ഇത് കൺട്രോളർ, ഇതിന്റെ അസോസിയേറ്റ്, ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ. ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ഈ കൊട്ടാരം ഒന്ന് ഈ പശ്ചാത്തലം വേണം. വേണോ? കഥയ്ക്ക് അനുയോജ്യമാണോ ഇത്? തീർച്ചയായിട്ടും നമുക്ക് കഥയ്ക്ക് അനുയോജ്യമാണ്. അതുപോലെ അങ്ങേപ്പോലൊരു രാജാവിനെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ. അപ്പം അങ്ങയുടെ കുറെ ഉപദേശങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മുടെ സിനിമയ്ക്കും കൂടെ. എല്ലാ പ്രദേശവും നിങ്ങൾ കണ്ടോ? അത്യാവശ്യം എല്ലാം കണ്ടുവരുന്നു. എല്ലാം കാണിച്ചു തരാം. ഇതാണ് കൊട്ടാരത്തിന്റെ ആയുധപ്പുര. നിലവറ വഴി വരാനുള്ള വഴിയുണ്ട്. അതേപോലെ തന്നെ ആ പ്രദേശം കണ്ടില്ലേ, കുതിരമാളികയിലൂടെ ഇവിടേക്ക് വരാം. മുമ്പേ കണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് സൂപ്പറാണ്. എല്ലാം കണ്ടു. അല്ല രാജാവേ, ഇവിടുത്തെ തീറ്റപ്പുര എവിടെയാ? തെക്ക് കിഴക്കേ ഭാഗത്താണ് പാചകപ്പുരയും ഊട്ടുപുരയും. വിഭവസമൃദ്ധമായ സദ്യ എന്നും ഇവിടെ പതിവായിരുന്നു. അല്ല, നമുക്കൊരു ചായ ഇട്ട് നോക്കാം. പശുവും പാലൊഴിച്ച് നല്ല ശുദ്ധമായ ചായ എന്താ പോരെ? പണ്ട് രാജഭരണ കാലത്ത് ചായയില്ല, പാല് മാത്രമേ. ഉണ്ടാവും. വിഭവസമൃദ്ധമായ സദ്യ. തുടക്കം ചമ്പാവരി, ചൂട് ചമ്പാവരിയില് ഇങ്ങനെ പരിപ്പൊഴിക്കും. നെയ്യ്, ലേശ നെയ്യാവാതെ കുറച്ചൊഴിച്ചോട്ടെ. ഒഴിച്ചു പപ്പടം പൊട്ടിച്ചോട്ടെ. നീ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജഭരണകാലത്ത് ആസ്വദിച്ച് കഴിക്കണം. അതിന്റെ കൂടെ തന്നെ പരിപ്പിന്റെ ആ മാധുര്യം വേണമെന്നില്ല. അല്പം കിച്ചടി, ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചോളി. കുടിച്ചു സരസനാണ്. ഇതിനകം വിലയിലെ എല്ലാ വിഭവങ്ങളും തീർന്നിട്ടുണ്ടാവണം. അവസാനത്തെ സത്യം ഇതാണ് ആ കാലമൊക്കെ പോയില്ലേ. ഇന്ന് മാവേലി സ്റ്റോർ ക്യൂ നിൽക്കുക, ബിവറേജസ് കോർപ്പറേഷൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. എന്തിനാ? ലഹരി പറഞ്ഞ അല്ല, അന്നത്തെ കാലത്തൊക്കെ സംശയം ചോദിക്കുകയാണ്. അപ്പൊ രാജഭരണ കാലത്തൊക്കെ ഈ വിഷയമൊക്കെ കിട്ടുള്ളൂ. അന്ന് സോമരസം, മധുരസം, മദ്യത്തിന്റെ ഇഫക്റ്റ് തന്നെയാണ്. അതൊക്കെ രാജാക്കന്മാർ ലേശം സേവിച്ചിരുന്നു. എന്റെ പിതാവ് ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പോവാം. കൈ തിരുവനന്തപുരം സമ്പർക്കം കണ്ടപ്പോൾ ആഹാരം കഴിച്ച്